നമസ്കാരം. ഊരാളുങ്കൽ സൊസൈറ്റി ULCC കേരളത്തിലെ ഒട്ടുമിക്ക പ്രൊജക്റ്റുകളും ഗവൺമെൻറ് പ്രൊജക്റ്റുകളും ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സൊസൈറ്റിയാണ്. CPM നിയന്ത്രിത സൊസൈറ്റി എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ PA മുഹമ്മദ് റിയാസ് ആണ് ഈ ഒരു സൊസൈറ്റിയെ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലുള്ള ചില വാർത്തകളും ചില ആരോപണങ്ങളും ചില തെളിവുകളും സൂചനകളും ഒക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. അപ്പം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കോൺട്രാക്റ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശബരിമല അയ്യപ്പ സംഗമമൊക്കെ സംഘടിപ്പിച്ചത് അതിൻ്റെ കോൺട്രാക്റ്റൊക്കെ ഊരാളുങ്കൽ സൊസൈറ്റിക്കായിരുന്നു. എത്രയോ ലക്ഷം കൊടുത്തു, ഇനിയും കോടികൾ വേണം എന്നാണ് ഊരാളുങ്കൽ സൊസൈറ്റി ആവശ്യപ്പെട്ടതായുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ യാതൊരു കണക്കുമില്ലാതെ എത്രയോ 3 കോടി രൂപയിലധികം വേണം. ആകെ നൽകിയത് 3.69 കോടി രൂപയാണ്. 55 ലക്ഷം കൂടെ നൽകി. ഇതുവരെ ആകെ നൽകിയത് 3.69 കോടി രൂപയാണ്. ഇനിയും ഏതാണ്ട് 2 കോടി അടുപ്പിച്ച് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വേണം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ കണ്ടു. എന്തായാലും നമ്മളതേക്കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഊരാളുങ്കലിന് വീണ്ടും ഇപ്പോൾ കോൺട്രാക്റ്റ് കൊടുത്തതായുള്ള ചില വാർത്തകൾ. അതായത് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തന്നെ അധികാരത്തിൽ വരും. 4-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ 5-ാം തീയതി മുതൽ പന്തലിൻ്റെ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കോൺട്രാക്റ്റ് കൊടുത്തതായുള്ള ഒരു പത്രവാർത്ത ഇതാ പുറത്തു വരുന്നുണ്ട്. എത്രമാത്രം ഇപ്പം പത്രവാർത്തയാണ്, നമുക്ക് ശരിയാണ് എന്നുറപ്പിക്കാൻ പറ്റില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ ഭരണത്തുടർച്ച ഉറപ്പിച്ച് പിണറായി വിജയൻ വോട്ടെണ്ണൽ ദിനമായ മെയ് 4-ന് പിറ്റേന്ന് തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് പന്തലിടാൻ നിർദ്ദേശം നൽകിയതായി സൂചന. ഭരണത്തുടർച്ചയുണ്ടാകുമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടും പാർട്ടി തലത്തിലുള്ള വിലയിരുത്തലുകളുമാണ് മുഖ്യമന്ത്രിക്കും CPM-നും ആശ്വാസമേകുന്നത്. പ്രമുഖ ചാനലുകളെല്ലാം എക്സിറ്റ് പോൾ സർവേകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള അവസാന ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന 29-ന് ശേഷമേ സർവേ ഫലം പുറത്തുവിടാൻ സാധിക്കൂ. എന്തായാലും കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിന് സംശയമൊന്നുമില്ല. ഇറങ്ങിപ്പോകും മുമ്പ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അഡ്വാൻസായി കാശ് കൊടുക്കാനുള്ള ഒരു നമ്പറാണ് ഇതെന്നാണ് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പന്തൽ എന്ന് പറഞ്ഞാൽ 4 നില പന്തലായിരിക്കും. അതിമനോഹരമായ പന്തൽ. മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക ക്യാബിൻ, മാധ്യമങ്ങളെ ചീത്ത വിളിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും പ്രത്യേകമായ രീതിയിൽ ഒരു വലിയ പന്തലിടാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കും. പുത്തരിക്കണ്ട മൈതാനത്താണോ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളില്ല. അപ്പം 3-ാം തവണയും പിണറായി വിജയൻ തന്നെ കേരളം ഭരിക്കും. പിണറായി ആയിരിക്കും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ചിലർ ഇടയ്ക്കിടയ്ക്ക് തോണ്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ ആ വാർത്ത നേരത്തെ നൽകിയിരുന്നു. അപ്പം മുഖ്യമന്ത്രി 3-ാം തവണയും അധികാരത്തിലെത്തും. അതുവഴി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അടുത്ത പ്രോജക്റ്റും കൊടുത്തു. ഇനി ഇറങ്ങിപ്പോയില്ലെങ്കിൽ തുടർന്നങ്ങോട്ടുള്ള എല്ലാ പ്രൊജക്റ്റുകളും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തന്നെയായിരിക്കും. ഇറങ്ങിപ്പോകും എന്ന വിശ്വാസത്തിലാണ് ആ മാധ്യമപ്രവർത്തകൻ ആ കുറിപ്പ് എഴുതിയത്. പക്ഷേ ഇറങ്ങിപ്പോകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പന്തലിടാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. വേറെ എന്തെല്ലാം കൊടുക്കാം, പക്ഷേ പന്തലിടാൻ കൂടെ കൊടുത്തിരിക്കുന്നു. അവസാന നിർദ്ദേശം എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ പുതിയ സർക്കാരിൻ്റെ വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഭാഗമായുള്ള ഒരു പുതിയ കോൺട്രാക്റ്റാണ് ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചില വാദഗതികളും ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്.